രാവിലെ തന്നെ ഞങ്ങളുടെ വീട്ടിലൊരു വാലാകൃഷ്ണക്കിളി വന്നു. അപ്പോൾ അതിന് സുഖമില്ല, തീരെ ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. വെള്ളമൊക്കെ കൊടുക്കുക, ഭക്ഷണമൊക്കെ തീറ്റിക്കുകയായിരുന്നു. തീരെ ശബ്ദം ഉണ്ടാക്കുന്നില്ല, അതിനെന്തോ ഒരു വയ്യാത്ത പോലെ ഉണ്ട്. വെള്ളം കുടിക്കുന്നില്ല. കൈ ഇങ്ങനെ കാണിച്ച കൈൻ്റെ തിന്ന് നോക്കട. നമ്മൾ തിന്നാൻ തരുന്നത് തിന്ന് നോക്കുന്നത് അതിന് മനസ്സിലാവും തള്ളല്ല എന്നുള്ളത്. തിന്ന് നോക്കട്ടതാ. എങ്ങനെയാ അപ്പോൾ ഇതിൻ്റെ അണ്ണാക്കിലേക്ക് കൊടുക്കൽ? തള്ളയാണ് എങ്ങനെ നോക്കും. നമ്മൾ പോറ്റി എണിക്കുക, നമ്മൾ പോറ്റി അതിനെ ഇങ്ങനെ പുള്ളി നോക്കി ഇതൊക്കെ ആക്കുന്നുണ്ട്. പക്ഷെ എന്താണ് പരിക്ക് നമുക്കറിയില്ല. രാജേട്ടനാണ് കിളീനെ സംരക്ഷിക്കുന്നതും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതും. ഞാൻ രാവിലെ തന്നെ ചോറുണ്ടാക്കാനുള്ള, രാജേട്ടൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചോറൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടി നോക്കും. പൊതിച്ചോറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്, രാജേട്ടന് കൊടുത്തേക്ക്. അപ്പം അതാണ് ചെയ്യാൻ പോകുന്നത്. തിന്നൊന്നുമില്ല. തൊള്ളയ്ക്ക് എന്തോ വയ്യായില്ലേ, ഇറക്കില്ല തള്ള വെച്ചിട്ട് നോക്കണേ. അതിനറിയാം അപ്പം നമ്മൾ കാട്ടില്ല എന്ന് മനസ്സിലായി. വെള്ളം വെച്ച് തുള്ളി വെള്ളം കുടിച്ചോട്ടെ. പുള്ളീനെ അവിടെ വെച്ച് പോയാലേ വല്ല പൂച്ച എന്തെങ്കിലും പിടിച്ച് തിന്നുള്ളൂ. അപ്പോൾ എന്താ സ്ഥിതി നോക്കട്ടെ. 2 ദിവസം ഫുഡൊക്കെ കൊടുത്ത് നോക്കട്ടെ, എന്താ നോക്കാം. അപ്പോൾ പുള്ളീനകത്തേക്ക് കൊണ്ടുപോകണം. നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ ഇത് ഫുള്ള് അമ്മേൻ്റെ ഗാർഡനാണ്. ഫുള്ള് പൂന്തോട്ടം, പച്ചക്കറി. അപ്പോൾ അവിടെ വന്ന് മൂപ്പര് സുരക്ഷിതമായിട്ട് വന്ന് ഇറങ്ങിയതാണ് നമ്മളെ ഈ തോട്ടത്തിൽ. കുളങ്കര ഗാർഡനിൽ വന്ന് എന്തോ പരിക്ക് പറ്റി കിടക്കുകയാണ് മൂപ്പര്. അങ്ങനെ രാവിലെ തന്നെ രാഘവേട്ടൻ പണിക്ക് പോകുമ്പോൾ ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി, പിന്നെ കേതർ പൊരിച്ച്, ചീര ഉപ്പേരി, കോഴിമുട്ട ചിക്കിയത് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ പൊതിഞ്ഞ്, പിന്നെ കറി ഉണ്ടാക്കിയത് ഉണക്കൽ സ്രാവ് കറി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ ഫുഡ് അതാണ്. അപ്പോൾ മൂപ്പര് അതൊക്കെ പൊതിഞ്ഞൊക്കെ കൊണ്ടുപോവുകയാണ്. ഇതാണ് കറി മൂപ്പര് കൊണ്ടുവന്നത്. അപ്പോഴാണ് മക്കൾ വിളിച്ചറിഞ്ഞത് കോഴിക്കുട്ടി ഈ ചെറിയ മതിലിൻ്റെ ഉള്ളിൽ, ഓട്ടോൻ്റെ ഉള്ളിൽ കൂടെ കുടുങ്ങിപ്പോയിന്ന്. അങ്ങനെ പിന്നെ രാഘവേട്ടൻ വേഗം ഓടിപ്പോയി അതിനെ രക്ഷിക്കാനുള്ള പരിപാടിയിലാണ്. അത് വരുന്നില്ല ഇങ്ങോട്ട്, അതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. എന്നാൽ അതിങ്ങോട്ട് വരിക അതും ഇല്ല. കുടുങ്ങി കിടക്കാണോ നീ? ഒന്നല്ല, അത് വരാനില്ല. ഒച്ചണ്ടാക്കല്ലേ അങ്ങനെ ഇതല്ലേ കൈ മാറിക്കട ഇതല്ലേ പറഞ്ഞില്ല, വരൂല കഴുതേ. അങ്ങനെ ഡെല്ലേ ഓക്കെ ഞാൻ കൈയിട്ടെടുക്കേണ്ടിയിരിക്കും. മതിയോ? ഒന്നോ ഫോൺ കുടിച്ചേട്ടെ കേട്ടോ. മാറിക്കും ഞാൻ ഫോൺ കുടിച്ചോ. ഞാൻ പോയിട്ട് 2 മണ്ണിലാണ് കൊത്തിത്തരാം. ഇവിടെ പുറത്ത് വാങ്ങാം. ഞാൻ അന്നത്തെ തരാം. ഇങ്ങോട്ട് ഇറങ്ങി.
അങ്ങനെ അതൊക്കെ കെട്ടിക്കുമ്പോഴൊക്കെ കൊടുത്ത് കഴിഞ്ഞ് മൂപ്പരെ പറഞ്ഞയച്ചു. പിന്നെ എൻ്റെ റീൽസ് പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ റീൽസ് എടുക്കുക, അതൊക്കെയാണ് എൻ്റെ പരിപാടി. വൈകുന്നേരം പോയി പിന്നെ ഒരു ഷവർമ്മയൊക്കെ തിന്നാനുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞങ്ങൾ കോഫി ഷോപ്പിൽ പോയി ഷവർമ്മയൊക്കെ തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പുതിയൊരു ഷോപ്പ്, പുതിയ ഷോപ്പ് തുറന്ന ഷവർമ്മ, അവിടെ പോയി ഷവർമ്മ തിന്നു. അങ്ങനെ വൈകുന്നേരം ഈവനിങ് ആയപ്പോൾ ഞങ്ങളെ 3 കോഴിക്കുട്ടികളെ എന്താ പറയുക പൂച്ച പിടിച്ചുകൊണ്ടുപോയി. അപ്പം ഒരു കോഴിക്കുട്ടി മാത്രമേ ഉള്ളൂ ബാക്കി. അപ്പം മൂപ്പർക്ക് ഭയങ്കര വിഷമം. അങ്ങനെ രാഘവേട്ടൻ്റെ കയ്യിൻ്റെ ഉള്ളിൽ കയ്യിൽ കിടന്ന് ഉറങ്ങുകയാണ്. കണ്ണടച്ച് സങ്കടം പിടിച്ച് ഉറങ്ങുകയാണ് മൂപ്പത്തി. ഞങ്ങൾ കിങ്ങിണി എന്നാണ് വിളിക്കുക. ഞങ്ങളെ കിങ്ങിണി കോഴിയാണിത്, കോഴിക്കുട്ടി. എടുക്കണം ആദ്യം ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ എടുത്തതാ വിട്ട് ചെറുങ്ങി. ഞങ്ങൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സീ യു.